പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുമോ? തുറന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ്. കുറേ കാലങ്ങളായിട്ട് സുപ്രീം കോടതിയിലുമൊക്കെ ഈ കേസ് പോയപ്പോഴൊക്കെ ബി നിലവറ തുറക്കുമോ എന്നുള്ളത് ആയിരുന്നു പ്രധാനപ്പെട്ടൊരു ചോദ്യം. ഇൻഫാക്റ്റ് ആ സമയത്തൊക്കെ ഇപ്പം ഞാൻ പറയുന്നത് സുപ്രീം കോടതിന് നേരെയും വിഷമമുണ്ടാക്കി വെച്ച ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. ആളുകൾ പറയുന്നതൊക്കെ കുറേയൊക്കെ സത്യമുണ്ട്, കുറേയൊക്കെ സത്യമില്ലായ്മ പറയുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്തിട്ട് ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രത്യേകമായിട്ട് ബി നിലവറയെക്കുറിച്ചൊരു വിഷനുണ്ട്. ഒരു കാര്യം എനിക്കറിയാം. ഏത് തന്ത്രിമാരോട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, കോടതിയിൽ തന്നെ ഞാൻ എൻ്റെ അഫിഡവിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ ബി നിലവറ തുറക്കാമോ എന്ന് ചോദിച്ചാൽ, ഞാൻ അവിടെ വർക്ക് ചെയ്ത ഒരാളും പിന്നെ ഞാൻ ഈ ഒരു 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 സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നുള്ള ആളും എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് തുറക്കാൻ പാടില്ല എന്ന് പറയും. കാരണം അതാണ് തന്ത്രി പറഞ്ഞിട്ടുള്ളത്. പത്മനാഭ ക്ഷേത്രത്തിൻ്റെ തന്ത്രി പറഞ്ഞിട്ടുള്ളത് പിതൃസ്ഥാനീയനായ ആളാണ് തന്ത്രി എന്ന് പറയുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ പിതൃസ്ഥാനീയനായ ആളാണ് തന്ത്രി. ആ തന്ത്രി പറഞ്ഞത് അവിടെ തുറക്കാൻ പാടില്ല എന്നാണ്. അന്ന് ഇത് എഴുതി തന്നിട്ടുണ്ട്, ആ കോപ്പി പെയിൻ്റിലുണ്ട്. ആ എഴുതി തന്നിട്ടുള്ള ഒരു അഫിഡവിറ്റ് ഞാനത് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. തുറക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് വിശദീകരിച്ച് സംസാരിക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ തുറക്കണമെന്ന് പറയുന്നതിൽ, എന്തുകൊണ്ട് തുറക്കണമെന്ന് പറയുന്നതിൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇങ്ങനെ വേറെ ഏതെങ്കിലും ഒരു സംഘടനയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ തുറക്കാൻ പാടില്ല തുറക്കണമെന്ന് പറഞ്ഞാൽ അത് നിർബന്ധിച്ച് തുറക്കാനൊന്നും ആരും ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വർക്ക് ചെയ്തിരുന്ന ആളും അതിനെക്കുറിച്ച് പഠിച്ച ആളും കുറേയൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു ആളെന്നുള്ള നിലയ്ക്ക് അവിടുത്തെ വിധി പ്രകാരം പത്മനാഭ ക്ഷേത്രത്തിൻ്റെ ബി നിലവറ തുറക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ കോടതി അത് ഒരു വളരെ അവരുടെ ആ ഒരു രീതിയിൽ ഇതൊരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതൊരു കമ്മിറ്റി ഏൽപ്പിക്കുകയാണെന്നുള്ള തീരുമാനത്തോടു കൂടി കമ്മിറ്റി തന്നെ അതൊരു തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടതാണെന്ന് കോടതി ചെയ്തത്. കാരണം അവരൊരു കോൺട്രവേഴ്സ്യൽ ഒരു തീരുമാനം എടുക്കാതെ ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നിടത്തോളം ഇതിൻ്റെ സ്ഥാനീയരും മറ്റാൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പണ്ഡിതന്മാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കമ്മിറ്റിക്ക് വേണമെങ്കിൽ ഒരു തീരുമാനം എടുക്കാം, അങ്ങനെ കമ്മിറ്റിക്ക് വിട്ടുകൊടുത്താണ് അന്ന് വിധി വന്നിട്ടുള്ളത്. ആ വിധിയിൽ ഇതുവരെയും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഇപ്പം എനിക്കിന്ന് പേപ്പറിൽ വായിക്കാൻ കഴിഞ്ഞത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഈ ഇത് തുറക്കണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ സബ്ജക്റ്റ് വീണ്ടും പൊങ്ങി വന്നിരിക്കുന്നത്. അത് തുറക്കാമോ തുറക്കണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് പല ഡിസ്കഷനും പലതരത്തിലും അത് ഈ റിലീജിയസ് രൂപത്തിലായാലും ശരി, പണ്ഡിതന്മാരായിട്ടാലും ശരി, അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിന് തക്കതായ ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. അല്ല, ഇതിനകത്ത് നേരത്തെ ആ തന്ത്രിയും കൊട്ടാരവും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ക്ഷേത്ര വിശ്വാസ ലംഘനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വീണ്ടും ഈ സംയുക്ത സമിതിയിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം വരാൻ കാര്യം? സംയുക്ത സമിതിയിൽ എൻ്റെ വിശ്വാസം പറയുകയാണെങ്കിൽ ഒരു തീരുമാനമായിട്ടില്ല. സംയുക്ത സമിതിയിലുള്ള ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പോയിന്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അന്നും പറഞ്ഞിട്ടുണ്ട് ഇത് തുറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വാശിയോടുകൂടി തുറക്കണമെന്നുള്ള ഒരു അഭിപ്രായക്കാരാണ്. അവരുടെ പോളിസി അതാണ്, തുറക്കണമെന്നുള്ളത്. ആ ഒരു പോളിസിയെ കണ്ടിന്യൂ ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് അവരുടെ റെപ്രസെൻറ്റേറ്റീവാണ് ഈ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് തുറക്കണം. ആ ഒരു തീരുമാനം ഇതുവരെ എടുത്തതായിട്ട് നമുക്കറിയില്ല. കാരണം ഇത് പേപ്പർ വായിച്ചാൽ നമുക്കറിയാമെന്നുള്ളത് ഈ റെപ്രസെൻറ്റേറ്റീവ് ഒരു അഭിപ്രായം പറഞ്ഞു ഇത് തുറക്കണം. അതിനെക്കുറിച്ചൊരു ചർച്ച ആയിട്ടില്ല. ആ ചർച്ച വന്നിട്ട് തുറക്കണമെന്നൊരു തീരുമാനം ഉണ്ടായാലേ തുറക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇതുവരെ തുറക്കാനുള്ള തീരുമാനമൊന്നും ആയിട്ടില്ല. ഈ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടാകുന്നത് മറ്റ് നിലവറകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് നിധിശേഖരമായിരിക്കാം അല്ലേ? ആധികാരികമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഈ ബി നിലവറ തുറന്നു എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, തുറന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്നത് രണ്ടും സത്യമാണെന്ന് പറയും. കാരണം ഈ ബി നിലവറ അതിൻ്റെ ഒരു രൂപം ഞാൻ വരച്ചിട്ട് സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഒരു 2 ചേംബർ ഉണ്ടെന്നാണ് പറയുന്നത്. അറിവുള്ള ആൾക്കാർ, തുറന്നു കണ്ടിട്ടുള്ള ആൾക്കാർ പറഞ്ഞില്ല. തുറന്നു കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ തുറക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആദ്യത്തെ ചേംബർ തുറക്കാൻ ആർക്ക് വേണോ സാധിക്കും, ഇന്ന് വേണമെങ്കിലും തുറക്കും. തുറന്നിട്ടുമുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പറയുന്ന 2 ജസ്റ്റിസുമാരെ സുപ്രീം കോടതി നിയമിച്ചിട്ട് എല്ലാ നിലവറകളുടെയും കണക്കെടുപ്പിന് വേണ്ടിയിട്ട് തുടക്കത്തിൽ നിയമിച്ച 2 ജസ്റ്റിസുമാരുണ്ട്.
if I take their names, Honorable Justice Krishnan, Honorable Justice Rajan, ഇവർ രണ്ടുപേരുമാണ് തുടക്കത്തിലെ ഈ അമ്പലത്തിൻ്റെ നിലവറകൾ തുറന്ന് കണക്കെടുത്ത് തുടങ്ങിയത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം, എല്ലാ നിലവറകളും കഴിഞ്ഞതിന് ശേഷം ബി നിലവറയിലേക്ക് അവർ വന്നപ്പോൾ അവരും ആദ്യത്തെ സെഗ്മെൻറ്റ് തുറന്നിട്ട് ഈ ആദ്യത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇതിപ്പം ഞാൻ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. ഇത് അതിൻ്റെ അകത്തുള്ള അമ്പലത്തിൻ്റെ ഈ പത്മനാഭസ്വാമിയും നരസിംഹസ്വാമിയും ഒക്കെ ഇരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ആണ് ഈ നിലവറ വരുന്നത്. ബി നിലവറ. ഈ ബി നിലവറയിൽ നിന്ന് ഒരു ആദ്യത്തെ ഒരു 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 പിന്നെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഒരു എക്സ്റ്റൻഷൻ പോകുന്നുണ്ടെന്നതാണ് നമ്മൾക്ക് പറഞ്ഞതെന്ന് എനിക്ക് പലരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പറയാൻ കഴിഞ്ഞു. ഈ കിഴക്കോട്ട് പോകുന്ന ഈ ഒരു എക്സ്റ്റൻഷനിൽ അവിടെ ഒരു വാതിലുണ്ട്. ആ വാതിലും അല്ലെങ്കിൽ ഈ കിഴക്കോട്ട് പോകുന്ന എക്സ്റ്റൻഷൻ തുറന്നു കഴിഞ്ഞാൽ ആ ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ നരസിംഹസ്വാമി ഇരിക്കുന്ന അതിൻ്റെ താഴ്ഭാഗത്തും അല്ലെങ്കിൽ പത്മനാഭസ്വാമിയുടെ ശിരസിൻ്റെ ഭാഗത്തുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയയാണ് ഈ ബി നിലവറയുടെ കിഴക്കോട്ട് പോകുന്ന ശരിക്കുമുള്ള ഒരു ബി നിലവറ എന്ന് പറയുന്നത് അതാണ്. ഇതിൻ്റെ പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളത്. കുറച്ച് പിന്നെ ഗോൾഡിൻ്റെയും കുറേ സിൽവറിൻ്റെയും ഒക്കെ സാധനങ്ങൾ എൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അതൊക്കെ നോക്കിയിട്ടുണ്ട്, അതെല്ലാം കണ്ടിട്ടുമുണ്ട് കുറേ ആൾക്കാർ. പക്ഷേ ഇതിൻ്റെ അകത്തോട്ടുള്ളത് തുറക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അറിവിൽ ജസ്റ്റിസ് കൃഷ്ണനും രാജനും 1-2 ദിവസം തുടർച്ചയായിട്ട് ശ്രമിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അവർ വെളിയിൽ നിന്ന് തന്നെ ആളുകളെ കൊണ്ടുവന്ന് ആ പൂട്ട് തുറക്കാനായിട്ട് നോക്കിയിട്ട് അതിൻ്റെ താക്കോലില്ല, പൂട്ടില്ല, തുറക്കാൻ പറ്റുന്നില്ല, ഏത് തരത്തിൽ നോക്കിയിട്ടും തുറക്കാൻ പറ്റില്ല. ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് തുറക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അവസാനം അവർ ഏതെങ്കിലും തരത്തിനൊന്ന് ഫോഴ്സ് കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വെച്ചിട്ട് ജസ്റ്റിസ് രാജനൊന്ന് തട്ടി നോക്കി അതിനെ തുറക്കാനുള്ള, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുത്ത് തുറപ്പിക്കാൻ പറ്റുമെന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ മേളിൽ നിന്ന് ഒരു കല്ലിളകി അദ്ദേഹത്തിൻ്റെ. ഇത് പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊന്നും ഹിയർസേ ഒന്നുമല്ല, നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കാലിൽ വന്ന് വീണുന്നു, അവിടെ ഒരു ചെറിയൊരു ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നു, ഒരു ഇതുണ്ടാകുന്നു. അന്ന് അദ്ദേഹം നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഇനി ഇത് തുറക്കില്ല എന്ന് പറഞ്ഞ് പോവുക ചെയ്തു. അത് ജസ്റ്റിസ് കൃഷ്ണനായാലും ജസ്റ്റിസ് രാജനായിരുന്നു, അത് അങ്ങനെ സംഭവിച്ചിട്ടാണ് അത് നിർത്തുന്നത്. പിന്നെ ആരും അത് തുറന്നിട്ടില്ല. അപ്പോൾ അതിനകത്ത് തുറന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ തന്ത്രിക്കൊരു റീസൺ ഉണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതി തന്ന റീസൺ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ഏരിയ, ഒരു ശക്തി, അല്ലെങ്കിൽ ഇപ്പം പത്മനാഭസ്വാമിയുടെ ഒരു ശക്തിയുള്ള സ്ഥലമാണ്, ശിരസിൻ്റെ ഭാഗത്താണ്. നമ്മുടെ നരസിംഹമൂർത്തി ഉഗ്രനരസിംഹമൂർത്തിയാണ്. ഉഗ്രനരസിംഹമൂർത്തിയുടെ ആ ഭാഗത്ത് വരുന്ന ആ നിലവറയുടെ സ്ഥാനം, ഇവരുടെ ഒരു ഓറ എന്ന് പറയുന്നത്, ഒരു ഇൻഫ്ലുവൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ ഭക്തി ഇങ്ങനെ കൂടുമ്പോൾ ഇൻഫ്ലുവൻഷ്യൽ ഏരിയ കൂടി വരുമെന്നാണ് നമ്മുടെ ചിന്താഗതി. ഹിന്ദുക്കൾ ചിന്തിക്കുന്നത് അങ്ങനെ. ഒരിടത്ത് ഒരു ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ശക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ ശക്തിയുടെ ഒരു വികസനം എന്ന് പറയുന്നത് കൂടുതൽ മന്ത്രജപങ്ങൾ ഉണ്ടാകുമ്പോൾ മന്ത്രജപത്തോടു കൂടി ആ ഏരിയ ഒരു ഓറ, ആ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഏരിയ കൂടുക. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഏരിയ, വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻഷ്യൽ ഏരിയ കൂടി ഈ നിലവറയുടെ ഭാഗത്തൊക്കെ അത് അഫക്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതൊരു ഇൻഫ്ലുവൻഷ്യൽ ഏരിയ ആയിട്ടാണ് ഇന്ന് തന്ത്രിമാരൊക്കെ കാണുന്നത്. ആ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഏരിയയിൽ ചില സാധനങ്ങൾ വച്ചിട്ടുള്ളത് വർഷങ്ങളായിട്ടിരിക്കുന്ന ചില സാധനങ്ങളാണ്. വച്ചിട്ടുള്ളതാണോ, അതങ്ങനെ ആയതാണോ, അല്ലെങ്കിൽ ആരും കൊണ്ട് വച്ചതാണോ, അല്ലെങ്കിൽ ഏതെന്നുള്ളത് നമുക്കറിയില്ല. ആ ഇപ്പം നമ്മളൊരു റിങ്ങാണ്, ആ റിങ്ങിൽ ബ്ലോക്സ് ആയിട്ട് ഒരു റിങ്ങിനെ വെച്ചിരുന്നാൽ കുറേ കാലം കഴിയട്ടെ, എത്ര കാലം കഴിയട്ടെ, ആ ബ്ലോക്സിൽ നിന്ന് ഒരു ബ്ലോക്ക് മാറ്റി വയ്ക്കാൻ ശ്രമിച്ചാൽ ആ റിങ് മുഴുക്കെ തകർന്നു വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾ കളിക്കുമെന്ന് കാണാം. അതേപോലെ ഈ വച്ചിരിക്കുന്ന സാധനങ്ങൾ അതിൻ്റെ അതേപടി വച്ചിരിക്കുമ്പോൾ അതിനൊരു ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ, അല്ലെങ്കിൽ അതിനൊരു എന്തെങ്കിലും ഒരു അനക്കമുണ്ടായാൽ എന്ത് പറ്റും? അവിടുത്തെ ആ ഒരു കംപ്ലീറ്റ് ഇൻഫ്ലുവൻഷ്യൽ, അല്ലെങ്കിൽ ഒരു ഓറയെ തന്നെ ഒരുമാതിരി പിന്നെ അതിനെ എന്താ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അത് അനങ്ങുന്നപ്പോൾ തന്നെ അത് അനങ്ങുന്നു, അല്ലെങ്കിൽ ആ ഒരു ശക്തി അനങ്ങുന്നു, അല്ലെങ്കിൽ ആ ഒരു ഏരിയ അനങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്ത്രി പറയുന്നത് ആ ഇൻഫ്ലുവൻസ് ഏരിയയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അനക്കം പറ്റിയാൽ, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ എന്താ പറ്റുന്നത്? അവിടെ എന്ത് വേണോ സംഭവിക്കാമെന്നാണ് അദ്ദേഹം എഴുതുന്നത്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, എന്ത് വേണോ സംഭവിക്കും. അതുകൊണ്ട് നമ്മളൊരു ചാൻസ് എടുക്കാൻ പാടില്ല എന്നവർ.
ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഒരു അതിശയമായിട്ട് തോന്നാം, അല്ലെങ്കിൽ അത് അവിശ്വാസമായിട്ട് തോന്നുന്നു. അവിശ്വാസമായിട്ട് തോന്നാം, അല്ലെങ്കിൽ അവർക്കൊക്കെ അതൊരു ഒരു തമാശയായിട്ട് തോന്നാം. പക്ഷെ ഇതാണ് ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇന്നും വിശ്വസിക്കുന്നത്. ആ ഒരു ഓറയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്ത് വേണോ സംഭവിക്കാം. പത്മനാഭസ്വാമി എന്ന് പറയുന്നത് നമ്മുടെ ഈ രീതി അനുസരിച്ച് നോക്കുമ്പോൾ പല വെളിയിലുള്ള ശക്തികളുമായിട്ട് ബന്ധമാണ്. ഇനി പറയുന്നത് കടലിലെ ശക്തി, അല്ലെങ്കിൽ കടലിലെ വെള്ളം അതിൽ കൂടെ പോകുന്നു എന്ന് പറയുന്നു, നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും അങ്ങനെയൊക്കെ ശക്തിയുള്ള ഒരു ശക്തിയെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അത് തുറക്കാൻ പാടില്ല എന്നാണ് ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് കൊട്ടാരവും മറ്റുള്ള ആൾക്കാർക്ക് തുറക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ കൊട്ടാരത്തിൻ്റെയും ഒരു അന്തിമ വാക്ക് ഇതിനകത്ത് വന്നെങ്കിൽ അത് മുഖവിലക്കെടുക്കുമല്ലോ അല്ലേ ഈ സംയുക്ത സമിതി? എനിക്ക് അത് പിന്നെ ഈ കോടതിയുടെ വിധിയോട് സംബന്ധിച്ച് സംസാരിക്കാനുള്ളതാണ്. അത് എന്ന് പറഞ്ഞാൽ ഏതൊരു തരത്തിലോ, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണത്, ഏതോ ഒരു തരത്തിൽ അത് ആ കോടതിയിൽ നിന്ന് വന്നപ്പോൾ കൊട്ടാരത്തിന് കൊടുക്കേണ്ട ഒരു പവർ ഉണ്ടായിരുന്നത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് പോയോ എന്ന് ഞാൻ വിശ്വസിക്കും. എനിക്കൊരു അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിലെ സ്ഥാനീയനായ രാജാവ്, അല്ലെങ്കിൽ ആ സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹം പറയുന്നതാണ് അമ്പലത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ഒരിക്കലും അദ്ദേഹം സ്വന്തം അഭിപ്രായമായിട്ട് പറയുന്നത് മാത്രമല്ല, അദ്ദേഹം പലരെയും കോണ്ടാക്ട് ചെയ്ത് അത്രയും ബുദ്ധിയുള്ള ഒരാൾ, അത്രയും കാര്യവിവരശേഷിയുള്ള ഒരാൾ ഒരു അമ്പലത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലേ തീരുമാനമെടുക്കും. അങ്ങനെ ഒരാളിൻ്റെ ചിട്ടയിൽ നടന്നു കൊണ്ടുപോയ അമ്പലം അദ്ദേഹം തന്നെ അതൊരു കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തു. അന്ന് അവിടെ ഒരു ഡൈല്യൂഷൻ ഉണ്ടായി. ആ ഡൈല്യൂഷനിൽ ഇന്നൊരു ജനാധിപത്യം അതിൻ്റെ അകത്ത് വന്നു എന്നുള്ളത്. അവിടെ കൂടുതൽ പേര് പറയണത് തുറക്കണമെന്ന് പറഞ്ഞാൽ തുറക്കും. കുറച്ച് പേര് പറഞ്ഞ് ഒരു 2 പേരോ 3 പേരോ മറ്റുള്ള കമ്മിറ്റിക്കാർ സമ്മതിച്ചില്ലെങ്കിൽ തുറക്കില്ല. ആ ഒരു രീതിയിലേക്കാണ് ഇന്ന് പോകുന്നത്. അത് ശരിയാണോ? അതിലൊരു ജനാധിപത്യം വേണോ? അതിന് ഒരു റിലീജിയസ് ബിലീഫ് തന്നെ ആയിട്ട് പോകണോ എന്നുള്ളതാണ് ആൾക്കാർ ചിന്തിക്കുക. കാരണം എന്ത് ചിന്തിച്ചാലും നാളെ എന്തെങ്കിലും ഒന്നും ഉണ്ടാകുന്നില്ലൊക്കെ നമുക്ക് വിശ്വസിക്കാം. ഒന്നും ഉണ്ടാകില്ല, തുറന്നാൽ മതി എന്നും നമുക്ക് വിശ്വസിക്കാം. പക്ഷേ എന്തെങ്കിലും അഥവാ ഉണ്ടായിപ്പോയാൽ ആരായിരിക്കും അതിൻ്റെ ഉത്തരവാദി നമ്മളിപ്പോഴേ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഒരു ഡൈല്യൂഷൻ ഉണ്ടായ സ്ഥിതിക്ക് അതിൽ നിന്ന് എന്ത് കിട്ടാൻ പോകണമെന്ന് നമുക്കറിയാം. ഇൻഫാക്ട് അതിൽ ചിലപ്പോൾ ഒന്നും തന്നെ കണ്ടില്ല എന്നിരിക്കാം. ആ ഒരു ഭാഗത്ത് ഒന്നും തന്നെ കണ്ടില്ല എന്നിരിക്കാം. മറ്റുള്ള ഭാഗത്തൊക്കെ നമുക്ക് കുറേയൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്ഥിതി വിവരക്കണക്കൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് എന്തുണ്ടെന്നുള്ള അത് ആ ഒരു ശക്തിയിൽ വിട്ടുകൊടുക്കുന്ന അല്ലേ നല്ലതെന്ന് നമ്മൾ ചിന്തിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. അതല്ലാതെ അതിന് പോയി ഡിസ്റ്റർബ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ, തന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ വാശിയോടുകൂടി അത് ചെയ്തിട്ട് അതിനെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവിടെ ജനാധിപത്യത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ വിശ്വാസത്തിന് വില കൽപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.